സിനിമ നീ നാളുമായിട്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സിനിമാ കൊട്ടകയിലേക്ക് സ്വാഗതം. നമ്മുടെ ലാലേട്ടൻ നായകനായി തരുൺ മൂർത്തി സംവിധാനം ചെയ്ത തുടരും സിനിമ കൊണ്ട് വന്നിരിക്കുകയാണ്. കിഡിലൻ സിനിമ. ഈ അടുത്ത് കണ്ടതിൽ ഏറ്റവും മികച്ച സിനിമ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ്. ഇത് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞ് റിവ്യൂ ചെയ്യാൻ കൊടുത്ത് തുണിയും പറിച്ചു. അതെ, നെഗറ്റീവ് ഇല്ല. നെഗറ്റീവ് എന്ന് പറയാൻ ഒരു തരി പോലും ഇല്ല. ഒന്നും തോന്നുന്നു ഒറ്റ കാരണം പോലും ഒരു തരിമ്പിന് പോലും നെഗറ്റീവ് പറയാനില്ലാത്ത ഒരു സിനിമ. അതെ, സിനിമയുടെ കഥയും കാര്യങ്ങളൊന്നും പറയുന്നില്ല. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണുക. ഭയങ്കര ട്വിസ്റ്റോ പരിപാടി കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ നമ്മളെ അങ്ങ് പിടിച്ചവിട്ടിരുതും. തിരക്കഥയാണ് ഹീറോ. പിന്നെ കൊടൂവ 2-3 പെർഫോമൻസുകൾ. അതെ, ലാൽ മാജിക് എന്നൊക്കെ പറയുന്നത്. അതെ, ആ സാധനം കിട്ടി. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇല്ലാതിരുന്ന ലാലേട്ടനെ ഞാൻ കണ്ടടോ ഞങ്ങളുടെ ലാലേട്ടന് ആ ഒരു ലെവല് സാധനം. പിന്നെ അഭിനേതാക്കളുടെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ, പിന്നെ പ്രകാശ് വർമ്മ വില്ലൻ. ഒരു രക്ഷയില്ല. തിലകനൊക്കെ വന്ന് ചെയ്തിട്ട് പോന്നു. ഏറ്റവും കൂടുതൽ സൗണ്ടും ഒരു ആറ്റിറ്റ്യൂഡും ആ ക്യാരക്ടറിന്റെ ഒരു സെറ്റപ്പും ഒരു രക്ഷ. നമുക്ക് തോന്നു പോകും മോഹൻലാൽ ഇവൻ വില്ലൻ അങ്ങനെ തോന്നും. അമ്മാതിരിയായിട്ട് കട്ടക്ക് പിടിച്ചിരിക്കുന്ന സാധനം. അതുപോലത്തെ ഒരു വില്ലൻ. പിന്നെ ബിനു പപ്പു ഒരു രക്ഷ എടുത്ത് പറയേണ്ടതാണ്. കിഡിലൻ പെർഫോമൻസ് സാധനം. അത് പുള്ളിക്ക് ഒരു കുറച്ച് ചെറിയ രീതിയിലുള്ള ഒരു കോമഡി എല്ലാം. അതെ, അങ്ങനെയൊക്കെ ഉള്ളൊരു നെഗറ്റീവ് പ്ലസ് കോമഡി സെറ്റപ്പ് ഒക്കെ ഉള്ളൊരു ഒരു രക്ഷയില്ല പുള്ളി. പിന്നെ ശോഭന വെറുതെ കൊണ്ടുവന്നിട്ട്. അതെ, വെറുതെ കൊണ്ടുവന്നില്ല. അവര് ആ റോഡിൽ അങ്ങ് ഒരാൾ വേണമായിരുന്നു. അമ്മാതിരി പഴയ സിനിമകളെ പോലെ മോഹൻലാലും ശോഭനയും തമ്മിലുള്ള റൊമാൻസ് മാത്രം അങ്ങനെ ലവ് ട്രാക്ക് ആ ഒരു സെറ്റപ്പ് കാണാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ രാജപ്പെടാം. ഇത് അതിന്റെ സാധനം ഉണ്ട്. എന്നാൽ അതല്ല, ആ പടത്തിന് വേണ്ടി എന്താണോ അത് അടിപൊളിയായിട്ട് വേറെ ക്യാരക്ടറിലുണ്ട്. അതെ, ഒരു രക്ഷയില്ല. പിന്നെ എടുത്തു പറയാനല്ല, എല്ലാരും ഓരോരുത്തരും എടുത്തു പറയേണ്ടി. അതുപോലെ പെർഫോമൻസ് ഒക്കെ മണിമുള്ള രാജു, ഇർഷാദ് അലി എല്ലാരും ആനന്ദത്തിലെ അവൻ ചെറിയ നമ്മുടെ അമൽ ഡേവിസ് ആനന്ദം ചെക്കൻ്റെ കാര്യം മതി. ആനന്ദം കഴിഞ്ഞ പിന്നെ ആ ചെക്കൻ ഇപ്പഴാണ് എനിക്കറിയത്തില്ല. എനിക്കൊരു ലേഡിയില്ല, ഞാൻ വലിയ താല്പര്യമില്ല. പക്ഷെ ഇതില് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ മോളായിട്ട് അഭിനയിച്ച് ആ കൊച്ചു ഒരു നോക്കി വെക്കുക. നല്ലൊരു നായികയായിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു നടിയായി തോന്നുന്നുണ്ട്. പിന്നെ നമ്മളെ നത്തിന്റെ റോളാണ്. അത് നല്ല കിട്ടുന്ന റോളാണ്. പിന്നെ ആക്ട്രസിനെ കുറിച്ച് പറഞ്ഞ ഇനി അല്ല എല്ലാരും മറ്റേ അവിടെ പറയണ്ട. നമ്മുടെ കൊച്ചുണ്ട് അവസാനത്തെ കാണിക്കത്തില്ലേ? അതെ, പറയണ്ട. അത് പറയണ്ടല്ലേ, വേണ്ട. പിന്നെ എല്ലാരും അടിപൊളി. പിന്നെ പടത്തില് മെയിനായിട്ട് ഒരു നന്ദി പറയാനുള്ളത് തരുൺ മൂർത്തി ലാലേട്ടനെ ഇങ്ങനെ കൊണ്ട് തന്നതില്. പിന്നെ ഫസ്റ്റ് തൊട്ടേ നല്ലതാണ്. ഫസ്റ്റ് ഹാഫ് തീരുമ്പോ തൊട്ട് പിന്നെ അങ്ങോട്ടൊരു കയറ്റമാണ്. അതെ, ഈ പടം കേറുന്ന അനുസരിച്ച് ഒറ്റ പോക്ക് അങ്ങോട്ട് പോകും. രോമാഞ്ചം എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, അമ്മാതിരി സാധനം. ജെയ്ക്സ് ബിജോ പുള്ളി നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള മ്യൂസിക്. പിന്നെ ഈ പടത്തില് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ ഇപ്പൊ നെഗറ്റീവ് ഒന്നും പറയല്ല, മൊത്തത്തിൽ തുണിയും പറഞ്ഞു. നെഗറ്റീവ് പറയാൻ വേണ്ടി ഒന്നുമില്ല. ഈ പടം തിയേറ്ററിൽ മിസ്സാക്കിയ നഷ്ടമാണ് എല്ലാവരും. അതെ, ഭയങ്കര നഷ്ടം. എമ്പുരാനില് മറ്റേ മോഹൻലാലിന്റെ സ്റ്റാറിനെ കണ്ടെങ്കിൽ മോഹൻലാലിന്റെ സ്റ്റാറിനെയും നടനെയും മാസോ ക്ലാസോ എന്തൊക്കെ വേണമെന്നുണ്ടോ എനിക്ക് കംപ്ലീറ്റ് പാക്കേജ് മോഹൻലാലിന്റെ ഷോ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാം. ഞങ്ങൾ ഇത് കഴിഞ്ഞപ്പോ തൊട്ടടുത്ത ഷോയ്ക്ക് ഞങ്ങൾ കയറണം എന്ന് വിചാരിച്ചാണ്. പക്ഷെ ഇനി റിവ്യൂ എടുക്കണം സമയമില്ല, കാര്യങ്ങളുണ്ട്. ആ ഒരു ഇത് കൊണ്ട് മാത്രം ഞങ്ങൾക്ക് പോയില്ല. എന്നാലും ഞങ്ങള് സൺഡേ ഒന്നുകൂടെ പോകുന്നുണ്ട്. അതെ,
ഈ പടം തിയേറ്ററിൽ ഇനി ഒന്നും കണ്ടില്ലെങ്കിൽ അത് രണ്ടാമതും കണ്ടില്ല നഷ്ടമാണെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 3 വട്ടം വരെ ഫ്രഷ് ആയിട്ട് തന്നെ ഫ്രഷ് നമ്മള് സ്ക്രിപ്റ്റ്. അതെ, അപ്പളുടെ പേര് മറന്നുപോയി. തരുൺമൂർത്തി. സ്ക്രിപ്റ്റ് പിന്നെ മെയിൻ ആയിട്ട് മറ്റേ പുള്ളി തരുൺമൂർത്തി പിന്നെ വന്നയാളോ. പിന്നെ ഞങ്ങളെ റാന്നിയെ കുറിച്ച്. അതെ, പിന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷമാണത്. നിങ്ങളുടെ റാന്നിക്കാരനായിട്ടാണ് ഞങ്ങളുടെ ലാലേട്ടൻ വന്നിരിക്കുന്നത്. അത് പ്രത്യേക ഒരു സന്തോഷം. അങ്ങ് പത്തനംതിട്ടക്കാരനാ. അതെയൊക്കെ പറയുന്നു നമ്മ വീട്. ആ ഒരു സാധനം അതുകൂടെ ആയപ്പോഴത്തേന് ഞങ്ങക്ക് തികഞ്ഞു. അതെ, സന്തോഷത്തിനൊന്നും ഒരു ഇപ്പൊ എന്താ പറയാ, അതിന്റെ എക്സൈറ്റ്മെന്റ് കാരണം വാക്കുകൾ പോലും കിട്ടുന്നില്ല. അമ്മാതിരി മോഹൻലാൽ സിനിമ എനിക്ക് തോന്നി ഈ അടുത്ത് ഇത്രയും സന്തോഷമായിട്ട് നമുക്ക് ഒരു തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നത് എനിക്ക് തോന്നുന്നു ഈ പടത്തിലായിരിക്കും. അതെ, എനിക്ക് തോന്നുന്നു 2025 ഇറങ്ങിയത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് സിനിമ ഇത് തന്നെ. തുടരുന്നില്ല, ഇതിന് മുകളിൽ ഇതൊക്കെ ഇനി പടം ഇറങ്ങണം. അങ്ങനെ പറഞ്ഞാൽ ഇനിയിപ്പോ ഇല്ലല്ലോ. പടമുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇത്രയൊക്കെ. എന്നാലും തരുൺമൂർത്തി, നിങ്ങൾ ചെറിയ പടമാണ്, ഫാമിലി ഡ്രാമയാണെന്നൊക്കെ അത് നന്നായിട്ടോ. എനിക്ക് അത് ഒരു തരത്തിൽ പറഞ്ഞാൽ നന്നായി. എന്നാലും പുള്ളി ചെയ്ത് വെച്ചിരുന്നത് ഈ ഒരു ഐറ്റം ആണെന്ന് കണ്ടപ്പോ കിട്ടിയൊരു ഇത്രയും നല്ലൊരു സാധനം കയ്യിലിരിക്കുന്നതിന്റെ ഒരു കോൺഫിഡൻസ് ആയിരുന്നു പുള്ളി അത്രയും ദിവസം കാണിച്ചോണ്ടിരുന്ന. പടം കണ്ടോ, ആ റിലീസ് മാറ്റിയപ്പോ പുള്ളിക്ക് കുറെ ട്രോളുകളും പേര് ഇറങ്ങാൻ വേണ്ടി താമസിക്കുന്നത് അതിന് കുറെ ട്രോളുകളും. എനിക്ക് തോന്നുന്നു പുള്ളി അന്നേരം സന്തോഷത്തോടു കൂടി തന്നെ കിടന്നുറങ്ങുമായിരുന്നു. കാരണം പുള്ളി ഇത്ര അതെ, അത്ര നല്ല സാധനമാണല്ലോ പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത്. ആ ഒരു കോൺഫിഡൻസ് ഇപ്പം ട്രോളിയന്മാരൊക്കെ എങ്ങനെ ഇരിക്കുന്നു, നെഗറ്റീവ് എന്ന് പറയാൻ ഒരു കരിമ്പ് പോലും ഇല്ല. ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല, എങ്ങനെ നോക്കിയാലും തോന്നിയിട്ടില്ല. ഞങ്ങളുടെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് ഇനി തോന്നിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കുറ്റം പണ്ട് കാര്യമില്ല. പക്ഷെ നിങ്ങളുടെ പ്രശ്നമായിരിക്കും. തോന്നുന്നവരുടെ പ്രശ്നം ആനേ ചാൻസുള്ളൂ. അതെ, അതുപോലത്തെ സിനിമ എല്ലാ ഏരിയ നോക്കിയാലും ഒരു നെഗറ്റീവ് ഇല്ല. ഒരു നല്ലൊരു സിനിമ. എഡിറ്റിങ്ങും അതെ, എല്ലാം കൊണ്ടും ഒരു മികച്ച സിനിമ. ചില ഷോട്ടൊക്കെ ഉണ്ട്. അതെ, മഴയത്തുള്ള ഷോട്ടൊക്കെ ഒരു രക്ഷയില്ല. മഴയത്തുള്ള ഷോട്ടും അതിന്റെ ഫ്രെയിമും എല്ലാം കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫിയൊക്കെ അടിപൊളിയാണ്. പടത്തിന് എന്താണോ വേണ്ടിയത് അത് കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. ഹൈ റേഞ്ചിലുള്ള ഐറ്റംസും എല്ലാം ഒരു രക്ഷയില്ല. മഴയത്ത് ലാലിനെ നിർത്തിയിട്ടുള്ള ചില ഫ്രെയിമുകളൊക്കെ ഉണ്ട്, ഭയങ്കര. പിന്നെ മറ്റേ പഴയ ലാലേട്ടനെ മറ്റേ കണ്ണനങ്ങി എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ ഇതിനകത്ത് കൊണ്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. അതെ, അതിനെ കുറിച്ച് പറയാനുണ്ട്. മോഹൻലാലിന്റെ മുഖം അനങ്ങുന്നില്ല, മുഖത്ത് ഭാവങ്ങളൊന്നും വരുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ വരെ അനങ്ങുന്ന ഒരു ജീപ്പിലിരിക്കുന്ന ഒരു സീന്. കുറ്റം പറയുന്നവന്മാരൊക്കെ ചെന്ന് ഈ പടം ഒന്ന് കാണുക. അണ്ണാക്കിക്ക് തന്നിട്ടുണ്ട്. അതെ, ആ താടി ആർക്കാ പ്രശ്നം. താടി ഇരുന്ന മോഹൻലാലിന് അഭിനയം വരത്തില്ല. താടി വഴിക്കാത്തത് പേടിച്ചിട്ടാണ്. പുള്ളിക്ക് ബോഡി കാണിക്കാൻ പറ്റത്തില്ല. പുള്ളി ബോഡി കാണിക്കുന്ന എല്ലാ പരാതിയും ഇതിനകത്ത് പരിഹാരം കിട്ടിയിട്ടില്ല, തന്നിട്ടുണ്ട്. പിന്നെ ചില ഫാൻസിന് ചിലപ്പം ഇഷ്ടപ്പെടത്തില്ല. ഒന്നും അറിയോ, പുള്ളി മീശ വിരിക്കുന്നില്ല. അത് ചില മീശയൊന്നും വിരിക്കണ്ട. മോഹൻലാൽ മാസ് കാണിക്കുന്നത് മാത്രമാണ് മോഹൻലാൽ എന്ന് വിചാരിച്ചൊരു കാര്യമില്ല. മാസൊന്നും അല്ല, ഈ പടത്തിനകത്ത് ചില ഐറ്റംസ് ഒക്കെ ഉണ്ട്, ഇമോഷണൽ സാധനങ്ങളൊക്കെ. അതെ, അതൊക്കെ കണ്ടു നോക്കുക. അപ്പൊ മനസ്സിലാവും മോഹൻലാൽ എന്തുകൊണ്ട് മോഹൻലാലായിട്ട് 46-47 വർഷമായിട്ട് ഇവിടെ നിൽക്കുന്നു. പിന്നെ വില്ലനെ ഇനി ഈ വില്ലനായിട്ട് തന്നെ കുറച്ച് പടത്തിൽ ഇടല്ലേ, ചെയ്യല്ല. വില്ലനാണ്, കിട്ടില്ല വില്ലൻ, പക്ഷെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല നടൻ, ഈ ട്രെൻഡ് വരുന്ന പോലെ കുറെ വില്ലൻ ചെയ്ത് കഴിഞ്ഞാൽ. മിന്നലും മുരളിക്കകത്ത് മറ്റേ പുള്ളി സോമസുന്ദരം അന്ന് ഹിറ്റായപ്പോ കുറെ അവിഞ്ഞ പടത്തിൽ കൊടുത്ത് എന്ത് ചെയ്യാ പുള്ളിയെ കാണാൻ. അതുപോലെ ആക്കരുത്. തമിഴിലെല്ലാം കിട്ടുന്നില്ല. പുള്ളി നല്ല കഴിവുള്ള ഒരു രക്ഷയില്ല. ഒരു മാനറിസവും ഒരു രക്ഷയില്ല. അതെ, അമ്മാതിരി ഐറ്റം ഒക്കെയാണ്. ഇപ്പൊ എന്തായാലും മസ്റ്റ് വാച്ച് തിയേറ്ററിൽ. എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഇത് മിസ്സാക്കിയാൽ ഒരു വമ്പ മിസ്സായിരിക്കും. നഷ്ടമാണ്. നമുക്ക് നഷ്ടമാണ്. ഔട്ട് ആൻഡ് ഔട്ട് മോഹൻലാൽ ഷോ. അതെ, കൂട്ടത്തിൽ നമ്മുടെ ഈ പുള്ളിയുടെ വില്ലന്റെ എല്ലാരും മികച്ചാണ്. എന്നാലും ഇവരതിനകത്ത് ഇങ്ങനെ എടുത്തു നിൽക്കുന്നുണ്ട്. അതെ, അപ്പൊ എന്തായാലും എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണാൻ ശ്രമിക്കുക. ലാലേട്ടൻ ഇനിയും ഇങ്ങനെ തന്നെ തുടരും. ഹിറ്റും തുടരും.
നമ്മൾ അടുത്ത വീഡിയോയുമായിട്ട് സിനിമ കൊട്ടകയിൽ വീണ്ടും കാണും. അതുവരേക്കും തുടരും.